വൃന്ദാവന നിവാസികൾ ധ്യാനം ചെയ്തിരുന്നില്ല. എന്നിട്ടും അവർ പരമസമാധിയിലായിരുന്നു. വൃന്ദാവന നിവാസികൾ എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ചിന്തയിൽ മുഴുകിയവരായിരുന്നു. അവർക്ക് പ്രത്യേകമായി ധ്യാനത്തിനൊന്നും സമയമുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ജീവിതം മുഴുവൻ തന്നെ അവർ ഭക്തിയോഗത്തിൻ്റെ ലീലാരസത്തിൽ ലയിച്ചിരുന്നു. ഭൗതിക അസ്തിത്വത്തിൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് അവർക്ക് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. കാരണം അതീന്ദ്രിയ പ്രണയത്തോടെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനോടൊപ്പം അവർ സഹവസിച്ചു. ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമാക്കുന്നു, ഇങ്ങനെ പൂർണ്ണമായി കീഴടങ്ങുന്നവർ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾ വരുത്തുന്ന ദുഃഖങ്ങളിൽ നിന്ന് മോചിതനാകുന്നു. വൃന്ദാവന നിവാസികൾ പകൽ സമയത്ത് കഠിനമായി ജോലി ചെയ്തു. ആ കഠിനാധ്വാനം കാരണം രാത്രിയിൽ അവർ ഗാഠനിദ്രയിൽ ലയിച്ചു. ധ്യാനത്തിനോ പ്രത്യേക ആത്മീയ അഭ്യാസങ്ങൾക്കോ സമയം പോലും അവർക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും വാസ്തവത്തിൽ അവർ ഏറ്റവും ഉയർന്ന ആത്മീയ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരുന്നത്. കാരണം അവർ ചെയ്ത എല്ലാത്തിൻ്റെയും കേന്ദ്രബിന്ദു ഭഗവാൻ കൃഷ്ണനായിരുന്നു. അതുകൊണ്ട് ഭൗതികമെന്ന് തോന്നുന്ന പ്രവർത്തനങ്ങൾ പോലും ആത്മീയ ശക്തിയാൽ പൂരിതമായി. അതുതന്നെയാണ് ഭക്തിയോഗത്തിൻ്റെ മഹത്വം. ഇന്ന് നമ്മളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാനു വേണ്ടിയുള്ള ഭക്തിയുത സേവനമാക്കി മാറ്റിയാൽ ഈ ഭൗതിക ലോകത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമ്മൾക്കും മുക്താത്മാക്കളായി മാറാൻ സാധിക്കും. ഹരേ കൃഷ്ണ.